മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം പുറപ്പാട് 23:1-2 വാക്യങ്ങൾ. The book of Exodus chapter 23 verses 1 and 2. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. നീതിബോധത്തോടും സത്യസന്ധതയോടും കൂടി ജീവിക്കുന്ന വ്യക്തികളെ സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? പലരുടെ എതിർപ്പും വൈരാഗ്യവുമായിരിക്കും പലപ്പോഴും നമ്മൾ നേരിടുക. ദൈവം നേരിട്ട് സഹായിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം പ്രശ്നപൂർണമായിരിക്കും. അവരെ സഹായിക്കുവാൻ ദൈവം ദൂതന്മാരെ അയക്കുമെന്ന് ബൈബിൾ ഉറപ്പു തരുന്നു. ജീവിതത്തിൽ ക്രമീകരണവും നിഷ്ഠയും നീതിബോധമുള്ളവരെ സഹായിക്കുവാൻ ദൂതന്മാരെ അയക്കണമെന്ന് മോശയോട് ദൈവം സീനായിൽ മലയിൽ വെച്ച് പറയുന്നു. ഉണ്ണീശോയും കൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോകുവാൻ ജോസഫിന് അറിവ് കൊടുത്തത് ദൈവദൂതന്മാരായിരുന്നു. സോദോം ഗൊമോറ പ്രദേശങ്ങളെ നശിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ദൂതന്മാരെ അയച്ച് ഇബ്രാഹിമിനെയും ലോത്തിനെയും വിവരം അറിയിച്ചു. അപ്പോൾ ദൈവദൂതന്മാർ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. വിശുദ്ധ പത്രോസിനെ കാരാഗൃഹത്തിൽ വിടുവിക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ചു. അപകടങ്ങളെപ്പറ്റി മുന്നറിയിപ്പ് തരുകയും ഇടപെട്ട് വിടുവിക്കുകയും ചെയ്യുന്ന ദൈവദൂതന്മാർ ഇന്നുമുണ്ട്. അമേരിക്കൻ പാർലമെന്റ് ചാപ്ലിനായിരുന്ന പീറ്റർ മേഴ്സൺ ചെറുപ്പകാലത്ത് സ്കോട്ട്ലൻഡിലെ ഒരു ഇടവഴിയിലൂടെ യാത്ര സമയം തനിയെ നടന്നു പോവുകയായിരുന്നു. ഇരുട്ടത്ത് തപ്പി തടഞ്ഞു നടക്കുമ്പോൾ ആരോ പീറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടു. തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല. വീണ്ടും നടക്കുവാൻ ആഞ്ഞപ്പോൾ കാലുകൾ ഇടറി നിലത്ത് വീണു. കൈകൾ നിലത്ത് ഊന്നി എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു. പക്ഷെ കൈകൾ ഉറപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മുന്നിൽ ഉണ്ടെന്ന് മനസ്സിലായി തിരിച്ചു മറ്റൊരു വഴിയിലൂടെ പോകേണ്ടടുത്ത് ചെന്നു ചേർന്നു. യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ നയിക്കുന്നുണ്ട് എന്ന ബോധ്യം എപ്പോഴും ഉണ്ടാവണം. തൻ്റെ ഭക്തന്മാരുടെ കാവലിനായി ദൈവം തൻ്റെ ദൂതന്മാരെ എപ്പോഴും നിയോഗിച്ചിട്ടുണ്ട്. ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.